ശ്രീ എ രാജ, അങ്ങേക്ക് 7 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ സാധിക്കാതിരുന്ന രീതിയിലായിരുന്നു സാർ. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അടിപതരാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സാർ. ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റാൻ ഒന്നാം പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ തുടർഭരണം സാധ്യമായി സാർ. കേരളത്തിൽ ഇന്ന് ഒത്തിരിയേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ. ചില പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇത് നേട്ടങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല സാർ. കഴിഞ്ഞ ദിവസം പാലക്കാട് മെമ്പർ ഇവിടെ പറഞ്ഞത് സാർ, നേട്ടങ്ങൾ ഈ കേരളത്തിൽ തന്നെയാണോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു സാർ. ഈ കേരളത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണോ സാർ? സ്റ്റാർട്ടപ്പ് മേഖലയിൽ പുതിയ കേരള സ്റ്റാർട്ടപ്പുകളുടെയും സംരംഭകരുടെയും നവകേരളം തീർത്തിരിക്കുകയാണ് സാർ. ഇൻവെസ്റ്റ് കേരളം നടത്തി ഉച്ചകോടി നടത്തിയപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം സാർ, 5 സ്റ്റാർ സംവിധാനം ഹോട്ടലിൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത്. 384 കമ്പനികൾ നിക്ഷേപം നടത്തിയപ്പോൾ കേരളത്തിലേക്ക് കിട്ടിയത് 1,50,000 കോടിയാണ് സാർ ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് സാർ. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. വ്യവസായ രംഗത്ത് കേരളം രാജ്യത്ത് തന്നെ മാതൃകയായിരിക്കുകയാണ് സാർ. ഡിജിറ്റൽ മേഖലയിൽ സംസ്ഥാനം വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാർ. സാങ്കേതിക വിദ്യ, സുസ്ഥിര വളർച്ച, വ്യവസായ ഇനിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇടുക്കി ജില്ലയിൽ ആരംഭിച്ച കിൻഫ്ര പാർക്ക്, സ്പൈസസ് പാർക്ക് സാർ, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, തൊഴിൽ സാധ്യതകൾ കുറവുള്ള ഒരു ജില്ലയാണ് സാർ ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുമ്പോൾ ഈ ജില്ലയിൽ ഇപ്പോൾ തൊഴിൽ അന്വേഷിച്ച് പല സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ പല ജില്ലകളിലേക്കുമാണ് ഇടുക്കി ജില്ലയിലുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാർ. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഇടുക്കിയിൽ ഉണ്ടാക്കണമെന്നാണ് സാർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാർ. വ്യവസായവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിക്ക് സാർ, ചരിത്രത്തിൽ ആദ്യമായി ദേശീയ തലത്തിൽ കേരളത്തിന് അംഗീകാരം ലഭിച്ചതും പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സാർ. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പറയുന്നത് സാർ, കേരളത്തിന് ഇന്ത്യക്ക് തന്നെ നേതൃത്വം നൽകാൻ സാധിക്കും. പക്ഷേ ഇന്ത്യക്ക് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ ബ്രാൻഡ് അംബാസഡർമാരെ മാറാൻ കേരളത്തിന് സാധിക്കും. സ്റ്റാർട്ടപ്പ് രംഗത്ത് ബെസ്റ്റ് പെർഫോമർ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കേരളം സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മികച്ച എക്കോസിസ്റ്റം ലഭ്യമാക്കുന്നുണ്ടെന്നും കേരളം യുവാക്കൾക്ക് നൂതനമായ മേഖലകളിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് പിന്തുണ നൽകുന്നുണ്ടെന്നും രാജ്യത്തിന് തന്നെ ധനകാര്യമന്ത്രി വസ്തുതകളെ അടിസ്ഥാനമാക്കി വിലയിരുത്തിയിട്ടുണ്ട് സാർ. അതുപോലെ നീതി ആയോഗിൻ്റെ മുൻ CEO പറഞ്ഞത് സാർ, ഇന്ന് രാജ്യത്ത് ഏറ്റവും എളുപ്പത്തിൽ വ്യവസായം നടത്താൻ സാധിക്കുന്ന നാടാണ് ഈ കേരളം എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. കേരളം സൗഹൃദമായി മാറിക്കൊണ്ടിരിക്കുന്നു സാർ വ്യവസായത്തിൽ. സാർ, ആന്ധ്രാപ്രദേശത്തിന് മുഖ്യമന്ത്രി പറയുന്നത് സാർ, വ്യവസായത്തിൽ ഏറ്റവും പുരോഗതി നേടിയ സംസ്ഥാനം ഈ കേരളമാണ് സാർ. നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ 15ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതാണ് സാർ കേരളത്തിലെ നടന്നുള്ള മാറ്റം എന്ന് പറയുന്നത് സാർ. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പുതിയ ലാൻഡ് അലോട്ട്മെൻറ്റ് റൂൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സാർ. കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്ക് അനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. ഇതിലൂടെ 10,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 1 ലക്ഷത്തിലധികം തൊഴിലും സൃഷ്ടിക്കപ്പെടും. MSCI മേഖലയിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ സാർ, ഒരു വർഷം 3 വർഷം കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 22,000 കോടിയുടെ നിക്ഷേപം അതിലൂടെ ഉണ്ടായിട്ടുണ്ട് സാർ. 3,43,547 സംരംഭങ്ങൾ ഈ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. എടുത്തു പറയാവുന്നത് കേരളത്തിൽ വനിതകളായിട്ടുള്ള സംരംഭകർ 1,09,387 പേർ ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് സാർ. പുതിയ MSME ക്ലിനിക്കുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സാർ. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സാർ ഇന്നുള്ളത് സാർ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലവുമായി ബന്ധപ്പെട്ട്, വനവകുപ്പുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ കേരളത്തിൽ കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടയിൽ ശ്രീ ആന്റോ ജോൺ MLA പറഞ്ഞ പോലെ 7ഓളം ജീവനുകളാണ് സാർ ഈ വന്യമൃഗ ആക്രമണം മൂലം മരണപ്പെട്ടിട്ടുള്ളത് സാർ. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നാ സാർ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് UDFൻ്റെ ഒരു ജാഥ മലയോര മേഖലയിൽ നടത്തുന്നുണ്ടായി സാർ. ഏതായാലും ജാഥ വന്നപ്പോൾ ഇടുക്കി ജില്ലയിൽ എത്തിച്ചേർന്നപ്പോൾ മലയോരത്ത് ഗതാഗത സൗകര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ തീർച്ചയായും അവർ കണ്ടുകാണുമെന്നാണ് സാർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാർ. ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് 1972 വന്യമൃഗ സംരക്ഷണ നിയമം, ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് ആണ് സാർ. അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ 7 തവണ മാറ്റം വന്നിട്ടുണ്ട്
ഭേദഗതി വരുത്തിയിട്ടുണ്ട്. സാർ, ഇടതുപക്ഷ എം പിമാർ ആവശ്യപ്പെടുകയാണ് ഇതിൽ ഭേദഗതി വരുത്തണം. ഇത് വെർമിന പ്രഖ്യാപിക്കാനുള്ള അധികാരം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിന് നൽകണം. സാർ, അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതിയെ പിന്തുണയ്ക്കാൻ ഇവിടുത്തെ UDF-കാർ അല്ല ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള എം പിമാർ തയ്യാറാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. സാർ, അതുപോലെ ഇപ്പോഴും ഇതിൻ്റെ കടുപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ആളുകളുണ്ട്. സാർ, തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് UDF പറഞ്ഞത്, UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് പറഞ്ഞത് വനവിസ്തൃതി അധികപ്പെടുത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സാർ, മുൻ മന്ത്രിയായിട്ടുള്ള KPCC പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ K. സുധാകരൻ പറഞ്ഞത് എന്താണ് സാർ? ഞാനും മന്ത്രിയായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ജാഥ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവും അദ്ദേഹം അവിടെ പറയുന്നുണ്ടായിരുന്നു. സാർ, മനുഷ്യൻ്റെ അന്തസ്സോട് അഭിമാനത്തോടു കൂടി ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അധികാരമുണ്ട്. സാർ, അതേപോലെ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. സാർ, വന്യമൃഗ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു. സാർ, എനിക്ക് പറയാനുള്ളത്, സാർ, ഈ രാജ്യത്ത് വനവ്യവസ്ഥിതി തന്നെ വർദ്ധിച്ചു. കേരളത്തിൽ അതിൻ്റെ പകുതിയോളം വനമാണ്. ദേവികുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സാർ, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ് കൂടുതൽ വനവിസ്തൃതി കൊണ്ടുവരില്ല എന്നുള്ളത്. സാർ, 2-3 സ്ഥലങ്ങളിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട പള്ളിവാസലും അതുപോലെ ചിന്നക്കനാലും ഉള്ള പ്രദേശങ്ങളിൽ KDH അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ വനവ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ട് പ്രാഥമികമായിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സാർ, അങ്ങനെ ഒരു നടപടി വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പിൻവലിക്കണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. സാർ, അതേപോലെ ഈ നഷ്ടപരിഹാര തുക ഈ വർഷം 50 കോടി രൂപ കൂടുതലായി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ സാർ, ഇപ്പോൾ മരണപ്പെടുന്ന ഒരാൾക്ക് 10,000 രൂപയാണ് 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവപ്പെടുന്ന ആളുകളാണ് സാർ. ഓരോരോ ആളുകളുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ട് കൊണ്ടാണ് സാർ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാർ, എന്നാൽ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ വന്യമൃഗ ആക്രമണം മൂലം പരിക്ക് പറ്റുന്ന ആളുകളുണ്ട്. പരിക്ക് പറ്റുന്ന ആളുകൾക്ക് നിലവിൽ 1 ലക്ഷം രൂപയാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സാർ, ഇങ്ങനെ ഈ വന്യമൃഗ ആക്രമണം മൂലം പരിക്ക് പറ്റുന്ന ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് വനവകുപ്പ് തന്നെയാണ്. സാർ, സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ ചെലവ് ചില സമയങ്ങളിൽ 4 ലക്ഷവും 5 ലക്ഷവും ആകുന്നുണ്ട്. ഈ 1 ലക്ഷം രൂപ വനവകുപ്പ് കൊടുത്താൽ പോലും ബാക്കിയുള്ള തുക കൊണ്ടെത്തേണ്ടത് ആ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ തന്നെയാണ്. സാർ, പല സമയങ്ങളിൽ MLA-മാരടക്കമുള്ള ആളുകൾ അവിടെ ഗ്യാരണ്ടറായി നിന്നുകൊണ്ടാണ് ഈ പണം കൊടുക്കുന്ന ഒരവസ്ഥ നിലവിലുള്ളത്. സാർ, ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് സാർ എനിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.